കുറച്ച് ഓണവിഭവങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ പോയപ്പോഴാണ് താള് കണ്ടത്. അപ്പോൾ ഇക്ക പറഞ്ഞ് താളും പൂളയും ആദ്യം തയ്യാറാക്കാം, അതിന് ശേഷം ഓണവിഭവങ്ങൾ തയ്യാറാക്കാം. അങ്ങനെ കുറച്ച് താള് വാങ്ങിച്ചു കൊണ്ടുവന്നു. താള് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കപ്പയും ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അടുപ്പിൽ കലം വെച്ച് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് താള് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. താള് എന്ന് പറഞ്ഞാൽ ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടോ. ചേമ്പിൻ്റെ തണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി കപ്പയും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കാതെ മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒരു മുറി തേങ്ങ ചിരവിയതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 5-6 ചെറിയ ഉള്ളി, 5 പച്ചമുളക്, കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി വേവിക്കാൻ വെച്ചിട്ടുള്ള താളും പൂളയും കണ്ട ഒരു കലം നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. മന്ദംകോല് വെച്ച് വീണ്ടും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ വെന്ത് വന്നപ്പോൾ കലത്തിൻ്റെ അടിയിൽ ഇങ്ങനെയുള്ളൂ കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർക്കാതെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ കുറച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ താള് പൂളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് താളിച്ചൊഴിക്കുക. ചൂടായ ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 4-5 വറ്റൽമുളക് 2ആയി മുറിച്ചതും ഒരു പിടി കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വെന്ത പൂള താളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ പണ്ടത്തെ ആ കൂട്ടാനുണ്ടല്ലോ താളും പൂളയും, അതിവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ കൂട്ടി കഴിക്കാനും അതേ രീതിയിൽ ഇനി വെറുതെ കഞ്ഞിയൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പറമ്പിൽ നിന്ന് താളൊക്കെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച മാതിരി മാർക്കറ്റിൽ നിന്ന് താളൊക്കെ കിട്ടുകയാണെങ്കിൽ താളും കപ്പയും വാങ്ങിച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും.